നിയമസഭ വീണ്ടും ചേർന്ന ദിവസം തന്നെ ബഹളമയം. പ്രതീക്ഷിച്ച പോലെ ശബരിമല വിഷയമാണ് സഭയിൽ പ്രതിഷേധത്തിന്റെ വേലിയേറ്റം തീർത്തത്. നമുക്ക് പഴമയിൽ തുടങ്ങി പുതുമയിൽ തീർക്കാം. മനസ്സിലായില്ല? മനസ്സിലാക്കി തരാം. പോറ്റിയെ കേറ്റി എന്ന പാരഡി പാട്ട് പരസ്പരം പാടുകയായിരുന്നു പ്രതിപക്ഷവും ഭരണപക്ഷവും. ഇതൊന്നും നമുക്ക് പുത്തരിയല്ലെന്ന് അവർക്ക് തോന്നണം, എന്നാലേ കുറച്ച് വില ഉണ്ടാവുള്ളൂ. ഇനി ചർച്ചയ്ക്കില്ല എന്നും ദേവസ്വം മന്ത്രി രാജിവെക്കുകയാണ് വേണ്ടതെന്നുമാണ് പ്രതിപക്ഷ നേതാവ് ഇന്ന് സഭയിൽ പറഞ്ഞത്. സഭാ നടപടികളോട് ഒരല്പം പോലും സഹകരിക്കാൻ പ്രതിപക്ഷം തയ്യാറായില്ല. സ്വർണം കട്ടത് ആരപ്പ, സഖാക്കളാണ് അയ്യപ്പ എന്നുള്ള പാട്ട് പ്രതിപക്ഷം നിയമസഭയിൽ പാടി. അവന്റെ മാസ്റ്റർ പീസാണ്, അതിൽ കൈവെക്കാൻ ആരെയും അനുവദിക്കില്ല. ഇതാ അമ്പലത്തരം. എനിക്ക് സന്തോഷം. എങ്ങനെയുണ്ട് എന്റെ ട്രീറ്റ്മെന്റ്? അയ്യോ മൊയിലാളി ആര്? സ്വർണം കട്ടത് ആരപ്പ, കോൺഗ്രസ് ആണ് അയ്യപ്പ. സ്വർണം കട്ടത് ആരാണ്? കോൺഗ്രസ് ആണ് അയ്യപ്പ. ആ കാര്യങ്ങൾ ഇത്രത്തോളം ആയ സ്ഥിതിക്ക് നമ്മൾ പുറകോട്ട് പോകരുത്. അത് ശത്രുവിന്റെ ബലം കൂട്ടും. നമ്മളും ധൈര്യപൂർവ്വം നിന്ന് അവന്മാര് പതറും, പിന്മാറും. നടപടികൾ പൂർണ്ണമായും തടസ്സപ്പെട്ടപ്പോൾ 10 മണിയോടുകൂടി സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ഇനിയാണ് ട്വിസ്റ്റ്. സാധാരണ പ്രതിഷേധവുമായി പ്രതിപക്ഷമാണ് നിയമസഭയ്ക്ക് പുറത്തേക്ക് വരാറ്. ഇത്തവണ ഒരുപടി മുന്നേ ഇറങ്ങി ഭരണപക്ഷം. അതെനിക്കൊരു വാശിയായി. ആ നിമിഷം ഞാൻ പ്രഖ്യാപിച്ചു, ഞങ്ങൾക്ക് ശബരിമലയുടെ കാര്യത്തിലായാലും വേണ്ടില്ല, മറ്റേത് വിഷയത്തിലായാലും ഒന്നും ഒളിച്ചു വെക്കാനില്ല. നിയമസഭയിൽ ചർച്ചയ്ക്ക് വരട്ടെ. അവിടെ ഒരു തരി സ്വർണം അയ്യപ്പൻ്റെത് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്തുമെന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പറഞ്ഞത്. ഈശ്വര, ഒരു തന്തയ്ക്ക് ഗതികേട് വരരുത്. എന്റെ ദൗത്യം കഴിഞ്ഞു.